കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവരെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നിർത്തണ കൊച്ചുണ്ടല്ല. ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങുഞ്ഞോട്ട്. ഫ്രണ്ടിൽ ചെന്ന് ദുഃഖത്തോടെ നില്ല്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെപ്പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവുമുള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവെച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കൂ. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കരോക്കേട്ട് ഞാൻ 2-3 പാട്ടുകൂടെ പാടിയേനെ. ഒന്ന് കര. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കൂ. എല്ലാരും ഒന്ന് ദയനീയതയോടെ നോക്കട കറക്കാൻ. പാവം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു. വിടാ, നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറ്. അതുവഴി അങ്ങ് പോവരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാൻ നോക്കണേ. ചന്ത പിരിയുന്നതിന് മുമ്പ് അവിടെ ചെന്ന് നല്ലൊരു പിരിവ് കിട്ടും. വേഗം വിടങ്ങോട്ട്. പ്രിയമുള്ളവരെ, 2600, 2700, 2800, 2100. ഇതങ്ങനെ വേണ്ട. ഇതിലൊന്നുമില്ലല്ലോ. 1, 2, 3, 4, 5. ഇന്നാ 500 രൂപ ഉണ്ട്. ഐശ്വര്യം പറ്റി. രാവിലെ ഒരു ചടിച്ചിട്ട് 500 രൂപ 1000 രൂപ ഇടൂ. എന്തോന്ന് ഇടാ? രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവ് ഇതിന്റെ പെട്രോൾ ഞാനല്ലേ. പിന്നെ എന്ത്? ഓടിക്കല് മാത്രമല്ലല്ലോ. പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ കാട്ടും. ഈ ഊത്ത കോളാമ്പിക്കാ 2500 രൂപ. ഒന്ന് ചെരുപ്പിക്കാതെ പോകണ്ട. 1000 രൂപ വെച്ചോ. അത് എന്റെ പട്ടി കൊണ്ട് കൊടുത്താൽ മതി. ദേ, നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളിയ ഒരാളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാം. ഈ കൊച്ചിനെ നല്ല ഇയാൾ വാടകയ്ക്ക് എടുത്താലേ. അതേടോ, ഞാൻ വാടകയ്ക്കെടുത്തത് തന്നെ. ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കടിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണി എന്നില്ലേ. അത് തന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഈ പേട്ട് ചെറുക്കന് കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോൾ തന്നെ രൂപ അവലിടക്കെ ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്കപ്പോ. അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടങ്ങ് വരണം. ഇന്നത്തെ പോലെയല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തുമാണ് ഷൈൻ ചെയ്യാ. കുലുക്കി എന്ന കാരെ അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ. മച്ചു ലെവളല്ല നമുക്ക് മുട്ടം പണി തന്നവള്. അവള് തന്നെ ബ്രോ. ഏതാവന്മാര്? ഞാനൊന്ന് പറഞ്ഞില്ലേ അമ്മ, ആ മറ്റേ കേസ്. ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതല്ലേ ഇത്? ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്ററാ. അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ MLA ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക് ചേട്ടാ കടന്നു വാ. എല്ലാവരും ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ച്, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും.
ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്തുവാടോ പയ്യെ കയറ്റി. एक गिलास दारू दे दो ना. एक गिलास मैं 10 बजे पिया था भाई. കള്ളിന് വീര്യം കുറവാന്നുള്ള പരാതി കേൾക്കാതിരിക്കാനാ കാശൊന്ന് നിന്നോടെ കടത്തിരിക്കുന്നത്. കിടക്കാടെ അയ്യേ വാ വാ വാ. ഓ ഒന്നങ്ങോട്ട് മാറിക്കട ശ്രമി. രാവിലെ വന്ന് ഒരു ഗ്ലാസ് കള്ളുടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഏരപ്പാളി മലയാളികൾ. ഈശ്വര കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. മേരെ പ്യാരെ ഷാപ്പുവാസിയോ നൈ അതല്ല മേരെ ആദ്മി ആയാ ഹേ. നിങ്ങളാരും ജഗടക്ക് പോയത് ഹേ. ഇത് മേരെ അപേക്ഷ ഹേ. എന്തോടോ ചിരിക്കണത്? ഇവരോട് സ്ഥിരം ഹിന്ദി പറഞ്ഞു പഠിച്ചാ ഞാൻ. ആര് വരുന്ന കാര്യം ഈ പുളുന്തം പറയുന്നത്? താനീ നാട്ടിലല്ലേ കൊച്ചേട്ടാ വരണേ. അയാള് പിറ്റേ മനഃപൂർവ്വം എടുക്കും. അത്രയ്ക്ക് ചട്ടമ്പിയാ? ചട്ടമ്പിയാളെ കെട്ടിയോളാ ഈളങ്ങൾ ചെയ്ത അവര് വന്ന് തല്ലിടൂടോ തല്ലിടൂ. കോമളോ എടാ കോമാളി എന്താ വാടാ? എന്താ ചേട്ടാ? എടാ ഹിന്ദിക്കാരൻ വരെ എന്ത് വാട എന്നാ ചോദിച്ചത്. കൊച്ചേട്ട കേറിയിരി. എന്താണ് ഉടക്കണോ? ഉടക്കട 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 ഉണ്ണിയർച്ചേ. ഈശ്വര എല്ലാം തീരുമാനമായി. തൂക്കിയെടുത്ത് ജീപ്പിടറോ? വേണ്ട, പറഞ്ഞാ മതി എവിടെ കേറണമെന്ന്. കേറിക്കോളാം. അല്ല ഞാനും കേറണോ? പോയി കേറണോ? നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ? എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ. നിങ്ങൾ എന്നെയും തല്ലു. എന്റെ മുന്നിൽ വെച്ച് കൊച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട. അതിന് ഈ ചിന്നമ്മ ചാകണം. മനസ്സിലായി? എന്താ വത്സലിക്കൊരു മടി? പിടിച്ചു മാറ്റാൻ സാർ ഓർഡർ ഇട്ടാലൊന്നും അവൾ അനങ്ങില്ല. അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ. എന്റെ പൊന്നു സാറേ, സാർ ഒറ്റത്തടിയാ. ഞങ്ങൾക്ക് ഈ കുഞ്ഞൂട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ. ഞാൻ മാറ്റിക്കൊള്ളാം. തുടരുത്. വിടി സാറേ, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. മാറ്റിവെച്ച് സാറേ, ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ മേത്ത് വിടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം. സാറിപ്പോ ഇവിടെ പുതിയ ആളായോണ്ട് നിയമം അറിയാവുന്നില്ലല്ലോ. നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും. കോടതി ഹാജരാക്കും. അവിടുന്ന് ജാമ്യം എടുത്താൽ മതി. ദേ പിന്നെയും വിവരക്കേട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ? ഒരു സ്ത്രീ കള്ളുഷാപ്പിൽ കയറിയതോ? അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ? കേസ് നിൽക്കൂല. ഇവര് തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്താ സാറിന്റെ തൊപ്പിയിൽ പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ. ഇറക്കി വിട് സാറേ. കുടുങ്ങുവേ. വിട്ടേക്ക് സാറേ, പുലിവാലി കേസാ. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ? രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും.
ഇവിടെ